എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവണ്ട, കാരണം ഇത് മഞ്ജൂസ് വേൾഡ് തന്നെയാണ്. ഇന്നെന്താ ബാഗൊന്നും അല്ലേ, തുടക്കം തന്നെ വൈൻ ഒഴിച്ച് കാണിക്കുന്നു, പ്ലം കേക്ക് കാണിക്കുന്നു, റെഡ് കളർ ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുന്നു, തൊപ്പി വെച്ചിരിക്കുന്നു, ബാഗ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്ത കാര്യങ്ങളാണ്. 5 ഐറ്റംസാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ക്രിസ്മസിന് വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ 5 ഐറ്റംസാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് അടിച്ച് പൊളിക്കണ്ടേ. നിങ്ങൾ എൻ്റെ കൂടെ ഒരു 30 മിനിറ്റോളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വൈൻ, നല്ല അടിപൊളി പ്ലം കേക്ക്, ഞാനിട്ടിരിക്കുന്ന ചുരിദാർ വളരെ സിമ്പിളായിട്ട് വീനക്ക് വരുന്നത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി, പിന്നെ നമ്മുടെ അടിപൊളി സ്ലിം ബാഗ്, ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഇത് നമ്മുടെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ, നന്ദന. ഇവൾ ആദ്യമൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ കൊച്ചിന് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊച്ചിന് സമയമില്ല. ഇന്ന് കൊച്ചിനെ വീട്ടിൽ കിട്ടി, അപ്പോൾ അത് ഞാൻ പിടിക്കാനായിട്ട് കൊടുത്തു. ഇതാണ് നമ്മൾ തയ്ച്ച അടിപൊളിയായിട്ടുള്ള സ്ലിം ബാഗ് കേട്ടോ. ഈസി ആയിട്ട് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളെ മൊത്തം നമ്മുടെ മഞ്ജൂസ് വേൾഡിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ തൊപ്പി ഉണ്ടാക്കുന്നതും നമുക്ക് ഈ ചുരിദാർ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും ഇതിനൊക്കെ അടിപൊളിയായിട്ടും ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഈ കയ്യിലിരിക്കുന്ന പ്ലം കേക്ക് കണ്ടിരുന്ന അടിപൊളി സൂപ്പറാണ് കേട്ടോ. വൈനും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ചുരിദാറും തൊപ്പിയൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം. എന്തായാലും ഈ പ്ലം കേക്കും വൈനും നമുക്ക് ഈ ക്രിസ്മസിന് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുരിദാർ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് 2 മീറ്റർ തുണിയുണ്ട്. ആ 2 മീറ്റർ തുണി നമ്മളൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിടണം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷർട്ട് എടുത്ത് കാണിച്ചത്, ഒരു പഴയ ഒരു വെള്ള ഷർട്ടാണ് കേട്ടോ. ആ ഷർട്ട് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ക്രിസ്മസ് തൊപ്പി തയ്ക്കാനും പിന്നെ നമ്മുടെ ചുരിദാറിന് വേണ്ടിയിട്ട് വെള്ള തുണി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പഴയ ഷർട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാർ തുണി നമ്മൾ 2ആയിട്ട് മടക്കി 4ആയിട്ട് മടക്കി നേരെ ടേബിളിട്ടതിന് ശേഷം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു അളവ് ചുരിദാർ എടുക്കുക. വേറെ ഒന്നും നോക്കണ്ട, അളവ് ചുരിദാർ മറച്ചിട്ടതിന് ശേഷം നമ്മുടെ ഈ തുണിയുടെ മേളിലേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് കൈക്കുഴി തൊട്ട് ഷേപ്പ് തൊട്ട് കറക്റ്റായിട്ട് ആ ഷോൾഡറൊക്കെ അടയാളം ചെയ്ത് കറക്റ്റായിട്ട് ഇത് അളവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അളവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടയാളം വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയിട്ട് ചെയ്തോളൂ. കുറഞ്ഞു പോകല്ല, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റത്തില്ല, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ അളവ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും നോക്കാനില്ല. കത്രി എടുക്കുക, ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ബാക്കും ഫ്രണ്ട് പീസുമായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കഴുത്തൊക്കെ അളവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കൈക്കുഴിയും ഷേപ്പും കറക്റ്റായുള്ള ഇറക്കത്തിനാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ലൈനിങ് ചുരിദാറല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിനുള്ള തുണി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തുണി എടുത്ത് 4 പീസ് തുണിയായിട്ട് അത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കൈയുടെ നടുക്കൂടെ ഒരു കട്ടിങ് വരും, കുഴപ്പമില്ല. അത് നമുക്ക് അറിയത്തില്ല സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. 2 മീറ്റർ തുണിയിൽ നമുക്ക് ഏകദേശം ഒരു 3/4 കൈയൊക്കെ വേണമെങ്കിൽ, ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ നടക്കുന്ന ഒരു കട്ടിങ് വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈ എടുത്ത് കറക്റ്റായിട്ട് അളവ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് പീസായിട്ടാണ് വരുന്നത്. അത് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് 2 പീസും കൂടെ ഒരുമിച്ച് വെച്ച് ഇതിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ കൈയുടെ തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചുരിദാറിൻ്റെ കഴുത്താണ് അളവ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിലത്തെ പീസിലാണ് ഫസ്റ്റ് തന്നെ കഴുത്തിൻ്റെ അളവ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിൽ കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്ന 3 ഇഞ്ച്, താഴോട്ട് കഴുത്തിന് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ ബാക്ക് വശത്ത് എത്ര ഇറക്കം വേണം, എത്ര അകലം ഉണ്ടെന്ന് അളവ് ചുരിദാറിൽ നോക്കിയിട്ട് വേണം ഇതുപോലെ അളവ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്കിൽ യു കഴുത്താണ് വെട്ടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അളവ് ചെയ്തതിന് ശേഷം കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ കഴുത്തും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പഴയ ഷർട്ട്, വെള്ള ഷർട്ട് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വീനക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീനക്ക് വെട്ടുന്ന കാണിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ സ്റ്റിഫിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിഫ് വെച്ച് തയ്ക്കാനായിട്ട് ഷർട്ടിൽ നിന്ന് ഒരു സ്ക്വയറായിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തേച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ചുരിദാർ സ്റ്റിച്ചിങ് കാണിക്കുന്നത് നമ്മുടെ തൊപ്പി തയ്ച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തൊപ്പിക്കുള്ള തുണിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പേപ്പറിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ തൊപ്പിയുടെ ആകൃതിയിൽ തന്നെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് നമുക്ക് 13 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ 13 ഇഞ്ച് ഇറക്കമൊന്നും വേണ്ട കേട്ടോ, ഒരു 10 ഇഞ്ചൊക്കെ ഇറക്കം എടുത്താൽ മതി. പിന്നെ അതിൻ്റെ അകലം വന്നിരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് വരുന്നത് 11 ഇഞ്ചാണ് വരുന്നത്. ഇതുപോലെ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് തുണി കുറവാണെങ്കിൽ ഇതേപോലെ തന്നെ അങ്ങ് പാറ്റേൺ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തൊപ്പിക്കുള്ള തുണി എടുത്തിട്ടുണ്ട്, അതൊന്ന് 2ആയിട്ട് മടക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇത് 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഇനി നമുക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ, ഈ പേപ്പറിൽ വെട്ടിയെടുത്തിരിക്കുന്ന സാധനം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഞാനതങ്ങനെ അങ്ങ് വെച്ച് കാണിക്കും. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് 2 പീസാക്കി എടുത്തിട്ട് അപ്പോൾ ജോയിൻറ്റ് വരും 2 സൈഡിൽ നിന്ന്. അപ്പോൾ ഞാനിത് ഒരു സൈഡിൽ മാത്രം ജോയിൻ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പേപ്പർ ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക. തുണി ഇപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടേക്കാണല്ലോ, ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം
ഇതാ ഇനി നമുക്ക് ആ ചോക്ക് കൊണ്ട് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യാം. എന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തൊപ്പി തയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ ഈ തൊപ്പി തയ്ക്കാനായിട്ട് വേണ്ട. നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ 13 ഇഞ്ച് ഇറക്കവും 11 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ അളവൊന്ന് കുറച്ചെടുക്കണം. ഇതിപ്പോൾ വലിയവരുടെ ഒരളവിലാണ് നമ്മൾ ഈ തൊപ്പിക്കുള്ളത് കറക്റ്റായിട്ട് അളവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ തൊപ്പിയുടെ താഴെ കൊടുക്കാനുള്ള വെള്ള തുണി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷർട്ടിൽ നിന്ന് കുറച്ച് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തൊപ്പിക്ക് വെട്ടിയെടുത്ത തുണിയായിട്ടൊന്ന് വെച്ച് നോക്കണം അതിൻ്റെ കറക്റ്റ് അളവാണെന്ന്. താഴത്തെ അതിന് എത്ര നീളമുണ്ടോ അത്രയാണ് വേണ്ടത് നമുക്ക്. പിന്നെ ഈ വെള്ള തുണി എടുത്തിരിക്കുന്ന ഷർട്ടിൻ്റെ തുണി നമ്മൾ എടുത്തിരിക്കുന്ന 5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നീളം നമ്മുടെ ആ തൊപ്പിയുടെ എത്രയാണോ നീളം അതിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ വെള്ള തുണി ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ആദ്യം ഒന്ന് ഒരു സൈഡിൽ നിന്ന് അതങ്ങ് ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് അതങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം. സ്റ്റിച്ച് ചെയ്തിടം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൈവശൊന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. നമുക്ക് ആ വെള്ള തുണി ഇനി രണ്ടായിട്ടൊന്ന് മടക്കണം. ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. സ്റ്റിച്ച് ചെയ്ത് ആ കറക്റ്റ് ഭാഗത്തുനിന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി അത് രണ്ടായിട്ട് മടക്കിയിട്ട് റൗണ്ടിൽ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ തൊപ്പിയുടെ റൗണ്ട് എത്രയാണോ വരുന്നത് അതിന് അത്രയും അളവിൽ തന്നെയാണ് നമ്മൾ ഈ വെള്ളത്തുണി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തുണി റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ അളന്നൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അത് 2.5 ഇഞ്ച് വരുന്നുണ്ട് മടക്കി തയ്ച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ 5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടാണ് അത് മടക്കി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 2.5 ഇഞ്ച് കിട്ടിയത്. ഇനി നമുക്ക് ആ തൊപ്പിയുടെ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചേക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കോണോടൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഒരു വശം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. കോണോട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് തിരിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ റൗണ്ടിൽ തയ്ച്ചെടുത്ത ആ വെള്ള തുണിയില്ലേ അത് നമുക്ക് ഈ തൊപ്പിയുടെ റൗണ്ടിലായിട്ട് ഇനി ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് 2 പീസും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കതൊന്ന് റൗണ്ടിലൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ ആ തൊപ്പിയുടെ നമ്മൾ ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം തന്നെ എടുക്കണം. പിന്നെ ആ നമ്മൾ ആ വെള്ളത്തുണിയുടെ ആ സ്റ്റിച്ചിങ് വരുന്ന കറക്റ്റ് ഒരു സൈഡിൽ തന്നെ ആക്കിയിട്ട് വേണം ഇത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. ഒരുപോലെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് വെച്ചാൽ മതി. ഇനി നമ്മുടെ ക്യാപ്പിന് മേലെ വെച്ചിട്ട് വരുന്നൊരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ബോൾ പോലെ കിടക്കില്ലേ നമ്മുടെ ക്യാപ്പിൻ്റെ മേലെ വെച്ചിട്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ 2 പീസ് വെള്ള തുണി എടുത്തിട്ടുണ്ട്. അത് റൗണ്ടിലൊന്ന് തയ്ക്കണം. റൗണ്ടിൽ തയ്ച്ച് ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം. കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് കോട്ടൺ വെച്ചിട്ട് അതിങ്ങി കൈസൂചി വെച്ച് ഈ ഒരു തൊപ്പിയുടെ മേളിൽ വെച്ചിട്ട് അങ്ങ് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് റൗണ്ടിൽ തയ്ച്ചെടുത്തതിന് ശേഷം അത് തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ഞി അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് കോട്ടൺ എടുത്ത് വെക്കുന്നുണ്ട്. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇനി സൂചി നൂലും എടുക്കുക. എന്നിട്ട് തൊപ്പിയുടെ ആ ഏറ്റവും മേൽ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ഇനി കൈത്തൈലങ്ങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സൂചി നൂലും കൊണ്ടങ്ങ് തുന്നി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൊപ്പിയുടെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള തൊപ്പി ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാശ് കൊടുത്ത് ആരും മേടിക്കാൻ പോകണ്ട. ഇതുപോലെ തൊപ്പി നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം. ഞാൻ തലയിൽ വെച്ചും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയൊരു അളവിൽ ചെയ്തെടുക്കുക. ഇത് വലിയൊരു അളവാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് നമ്മുടെ ചുരിദാർ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രണ്ടിലെ വീനക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ള തുണിയിൽ വീനക്ക് നമ്മൾ സ്റ്റിഫിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വി പോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം. ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ ആ വീനക്ക് വെച്ചിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിഫ് വെച്ചിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റിഫ് തയ്ക്കുന്നത് കേട്ടോ. അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഫ്രണ്ടിൽ നിന്ന് ആ വി പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇടയ്ക്കൂടെ ഒന്ന് പോന്തി കൊടുക്കുക. പോന്തി കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ സ്റ്റിഫിൽ നമ്മൾ വി കഴുത്ത് വെട്ടിയത് നമ്മൾ ചീത്ത വശത്ത് വെച്ച് തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവന്ന് വി പോലെ തന്നെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തതിന് ശേഷം വി പോലെ തന്നെ നല്ല വശത്തൂടെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് തൈ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചുരിദാറൊക്കെ തയ്ച്ചിട്ട് കുറേ നാളായി കേട്ടോ.
എന്താണെന്ന് അറിഞ്ഞുകൂടെ, ഇപ്പോൾ ബാഗ് തയ്ച്ച് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കുത്തി പിടിച്ചിരുന്ന ഓരോ ദിവസം ഇരുന്ന് ബാഗ് തയ്ച്ച് കാണിക്കുന്ന ഓരോ ടൈപ്പിലോട്ടോ. നേരത്തെ നമ്മൾ ചുരിദാർ, ബ്ലൗസ്, ഇങ്ങനെ നൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ഒരു സ്ലിം ബാഗ് കയറി അങ്ങ് 100K കഴിഞ്ഞതിന് ശേഷം തൊട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടെ, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ബാഗ് തയ്ക്കുന്ന വീഡിയോ മാത്രം ആൾക്കാർ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിലെ കഴുത്ത് തയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിലെ യു കഴുത്താണ്. അപ്പോൾ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മളൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്തെടുത്ത തുണിയുടെ റൗണ്ടിലൊന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല വശത്ത് വെച്ചിട്ട് റൗണ്ടിൽ കഴുത്ത് തയ്ച്ചതിന് ശേഷം ഇത് ഉൾഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് റൗണ്ടിലൊന്ന് തയ്ച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കഴുത്തും റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറും ബ്ലൗസും നൈറ്റിയും നമ്മുടെ 3/4 പാൻറ്റ്, ചുടിബോട്ടിന് എല്ലാ ഐറ്റംസും നമ്മൾ തയ്ച്ച വീഡിയോകൾ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടക്കാലം കൊണ്ടാണ് നമ്മൾ ഈ ബാഗ് സ്റ്റിച്ചിങ്ങിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ട് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യണം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിതാ ഫ്രണ്ടിലും ബാക്കിലും കഴുത്ത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അത് കാണിച്ച് തരുന്നതേ ഉള്ളൂ. ഇതാ ഒരുപോലെ എടുത്ത് വെച്ചിട്ട് അമേൽ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഷോൾഡറെല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈക്കുള്ള തുണി നമ്മൾ വെട്ടിയ സമയത്ത് നടുക്കൂടെ ഒരു കട്ടിങ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഷർട്ടിൻ്റെ തുണിയിൽ നിന്ന് നമ്മൾ ഇച്ചിരി വീതിയിൽ വെള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതാ കൈയുടെ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇതാ നേരെ തയ്ച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നേരെ തയ്ച്ച് വെച്ചിട്ട് നമ്മുടെ കൈയുടെ നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് അതങ്ങ് നേരെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരെ കൈയുടെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കും. പിന്നെ അതൊന്ന് സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും വരെയാണ് ഇനി ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി വെച്ചിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി സിമ്പിളാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തയ്യൽ വീണ്ടും നമ്മൾ കാണിക്കാത്തതെന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോ കുറേയും കൂടെ ലോങ് ആയി തീരും. അതുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ ആ ഒരു വെള്ളത്തുണി നമ്മൾ താഴെ വശത്ത് ബോർഡറായി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഷോളറിൻ്റെ 2 ഭാഗത്തായിട്ട് ഈ കൈ ഇതുപോലെ വെച്ചിട്ട് ഇനി റൗണ്ടിൽ അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുക 2 സൈഡിൽ നിന്ന്. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അടുത്ത കാര്യം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാറിൽ ഇതാ 2 സൈഡിലുമായിട്ട് നമ്മൾ കൈയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതാ 2 സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് വണ്ണം അടയാളം ചെയ്തിട്ടുണ്ട്, ഷേപ്പ് അടയാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 സൈഡിൽ നമ്മൾ അളവ് ചെയ്തേക്കുന്ന അവിടം വരെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരും. അതാ അത്രയും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്. ഇനി ഇത് നമ്മുടെ 2 ഭാഗത്തെ നമ്മൾ സ്ലിറ്റ് തയ്ക്കണം. ഇതാ ഇതുപോലെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇതാ ചെറിയ വീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നേരെ തയ്ക്കുക. അടുത്ത സൈഡും അതേപോലെ തന്നെ തയ്ക്കുക. അതിനുശേഷം ഇതാ താഴ്വശം വരുന്നിടത്ത് ഇതുപോലൊന്ന് മടക്കി തയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ അത്രയും ഒന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതാ അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ചുരിദാർ റെഡി ആയിട്ടുണ്ട്. വീനൊക്കെ വരുന്ന അടിപൊളി ചുരിദാറായില്ലേ. വീഡിയോയുടെ അവസാനം ഞാൻ ഈ ചുരിദാറൊക്കെ ഇട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒന്നും കൂടെ ഞാൻ ചുരിദാർ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത നമുക്ക് തയ്ക്കാനുള്ള നമ്മുടെ സ്ലിം ബാഗാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റെഡ് തുണിയിലേക്ക് ഞാൻ സൈഡിൽ കുറച്ച് വെള്ള തുണിയും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തുണി എത്ര ഇഞ്ച് നീളമാണ് എത്ര ഇഞ്ച് വീതിയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് 20 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ വീതി വന്നിട്ട് 10 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു അളവിൽ തന്നെ ലൈനിങ്ങും കൂടെ വേണം. പിന്നെ സ്റ്റിഫ് കൂടെ വേണം. സ്റ്റിഫ് ഉണ്ടെങ്കിലോ നമ്മുടെ ബാഗുകൾ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടും കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ. അപ്പം നമ്മൾ ആ അളവിൽ തന്നെ സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് പോയി തേപ്പോട്ട് ചൂടാക്കിയിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാനിത് തേച്ച് പിടിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് 2ആയിട്ടൊന്ന് മടക്കണം. ഇതുപോലെ നേരെ ഒന്ന് 2ആയിട്ട് മടക്കണം. എന്നിട്ട് ആ വൈറ്റ് കളർ ഭാഗം വരുന്നുണ്ട്. നമ്മുടെ ഷർട്ടിൻ്റെ തുണിയാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ആ വെള്ള കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ള കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ നേരെ ടേപ്പ് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഒന്ന് അളവ് ചെയ്യുക കേട്ടോ. 4 ഇഞ്ച് അളവ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് നേരെ അങ്ങ് ചോക്ക് വെച്ചങ്ങ് വരയ്ക്കണം. ഇതാ ഇതുപോലെ നേരെ അങ്ങ് ചോക്ക് വെച്ച് വരച്ച് ഇപ്പോൾ അതൊരു സ്ക്വയറായി തീർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നിർത്തി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. നമ്മുടെ ബാഗിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഭാഗമാണ് ഈ വെള്ള വരുന്നത്. അവിടെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ വളഞ്ഞ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ഇപ്പോൾ അടയാളം ചെയ്തേക്കുന്നത്. വേറെ ഒന്നും നോക്കാനില്ല. കത്രി എടുക്കുക, അതുപോലെ അങ്ങ് ചരിച്ചങ്ങ് വെട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നില്ല, അതുപോലെ അങ്ങ് ചെയ്തോണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട്.
ഇതാ കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഇത് നമ്മുടെ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് വരുന്ന ഭാഗമാണ് ആ വെള്ള വരുന്നത്. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതാ വെള്ളയുടെ ഭാഗം വരെ ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കി കൊടുക്കുക. ഇതാ ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് 1 ഇഞ്ച് അകലും 1 ഇഞ്ച് ഇറക്കവും ഒന്ന് ചോക്ക് വെച്ച് അടയാളം ചെയ്യണം. അത് കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ സ്ക്വയർ പോലെ അങ്ങ് ആക്കി വരയ്ക്കുക. അത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റുക. നമ്മുടെ ഈ ഒരു സ്ലിം ബാഗ് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ അറകളൊന്നും കൊടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ലിം ബാഗിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ഇതാ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് വയ്ക്കുക. ഇതുപോലെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗം തയ്ക്കാതെ ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. ഇതാ ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ, അത് മുഴുവൻ തയ്ച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ചോക്ക് വെച്ച് അടയാളം ചെയ്തത് കുറച്ച് ഭാഗം തയ്ക്കാതെ ഇട്ടിരിക്കുന്നത്. കാരണം ഇത് ലൈനിങ് വെച്ച് ഇത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ഓപ്പൺ ഇട്ട ഭാഗത്ത് കൂടെ കൈ ഇട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം, മറിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് ആ കുറച്ച് ഭാഗം നമ്മൾ തയ്ക്കാതെ ഇട്ടിരിക്കുന്നത്. അത് തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് ക്ലോസ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ചത് തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാഗിൻ്റെ വള്ളി ഞാൻ നേരത്തെ തന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും അറിയാനില്ല, ചെറിയ വീതിയിൽ ഒരു 52 ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ സ്ലിം ബാഗിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു വള്ളി പിടിപ്പിക്കണം. ഇതാ നമ്മുടെ ഓപ്പൺ വരുന്ന ആ ഭാഗത്ത് ഇതാ 2 സൈഡ് കണ്ടോ, ഞാൻ കാണിക്കുന്നുണ്ടോ, എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ അത് 2 സൈഡിൽ ആദ്യം ഒന്ന് വള്ളി തയ്ച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇത് തിരിച്ചെടുത്തപ്പോൾ കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ, അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ 2 സൈഡിലും വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കുന്ന എവിടം വരെയാണെന്ന് കണ്ടല്ലോ. ഇനി ഈ 2 സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുക. പിന്നെ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ആ ഭാഗം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സ്ലിം ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് അവിടെ എന്തെങ്കിലും പിടിപ്പിക്കണം. അപ്പോൾ അവിടെ ഞാൻ പ്രസ് ബട്ടണാണ് തയ്ച്ച് വെക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ 2 സൈഡിലും ആ പ്രസ് ബട്ടൺ വെക്കേണ്ടിടത്ത് ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് കൈ കൊണ്ട് ഒന്ന് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു 2-3 സ്റ്റാർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകത്തില്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് സ്പെഷ്യൽ അല്ലേ. അപ്പോൾ കുഞ്ഞ് സ്റ്റാർ ഇത് നമ്മുടെ അമ്മ എനിക്ക് അതുപോലെ കട്ട് ചെയ്തെടുത്ത് തന്നതാണ് കേട്ടോ. ഇതാ വെള്ള തുണി വരുന്നിടത്ത് നമ്മുടെ ബാഗ് ക്ലോസ് ചെയ്യുന്ന ആ ഭാഗത്ത് നല്ല വശത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റാർ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ പേന വെച്ചാൽ വരയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ അമ്മേനെ അതങ്ങ് ഏൽപ്പിച്ച് കേട്ടോ. അമ്മ ഇത് പെയിൻറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. ആ റെഡ് കളറ് പെയിൻറ്റ് അങ്ങ് അടിച്ച് സ്റ്റാറാക്കിയത്. അവളെ മോള് നന്ദനെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ നല്ലോണം പെയിൻറ്റ് വർക്കൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് ഞാൻ അമ്മയെ അങ്ങ് ഏൽപ്പിച്ചു. ഞാനായിട്ട് ചെയ്ത് കുളവാക്കണ്ടെന്ന് വിചാരിച്ചു. അമ്മ അടിപൊളിയായിട്ട് 3 സ്റ്റാർ അതിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബാഗ്. അടുത്ത് നമുക്ക് ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. അടിപൊളി പ്ലം കേക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കണം. അത് കുറച്ച് ബട്ടറോ
സൺഫ്ലവർ ഓയിലോ തേച്ച് കൊടുത്തിട്ട് വേണം ആ പേപ്പർ വെക്കാൻ. പിന്നെ ഇത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ വേണമെന്നില്ല, വെള്ള പഞ്ചസാരയാണെങ്കിലും മതി. അതൊരു 110 ഗ്രാമുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്ത് ഇതാ ഒരു ബൗളിലേക്ക് ആക്കി വെക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് നട്ട്സാണ്. ഇത് 1 വർഷമായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച നട്ട്സാണ്. ഇത് റമ്മിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സുകളും ഇട്ടിട്ടുണ്ട്. അടിപൊളി സൂപ്പറാണ് കേട്ടോ. ഇത് നേരത്തെ ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഞാനൊരു 100 ഗ്രാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഈ വർഷം ഞങ്ങൾ എടുക്കുകയാണ്. അത് തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വർഷത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 100 ഗ്രാം അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ വേണം, നമുക്കൊരു അരിപ്പ വേണം. ഇനി മൈദ എടുക്കുന്നത് ഇവിടെ 100 ഗ്രാമാണ് എടുക്കുന്നത് കേട്ടോ. 100 ഗ്രാം മൈദ എടുത്തു, 110 ഗ്രാം പഞ്ചസാര എടുത്തു, 100 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക 3 കാര്യങ്ങൾ പൊടിച്ചിട്ട് അത് ഒരു ചെറിയ ടേബിൾ സ്പൂണിന് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അത് അരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ട എടുക്കുക. 2 മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വാനില എസൻസ് വേണം. ചെറിയ 1 ടീസ്പൂണിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട. നമ്മൾ സാധാരണ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒന്നും ബീറ്റ് ചെയ്യേണ്ട. ഹാൻഡ് ബിസ്ക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആകണം. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇത് ക്യാരമൽ സിറപ്പാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. ഇത് നമുക്ക് പഞ്ചസാര നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആ സിറപ്പ് എടുത്ത് 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ബട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ കേക്കിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും. ഞാനൊരു 60 ml സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലൊന്ന്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഈ കേക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നട്ട്സ് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ ഇങ്ങനെ തൂക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ താഴെ വന്ന് കിടക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതും ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മേളിൽ കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്യുക. കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അതിൻ്റെ മേളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലാണ്, ഇഡ്ഡലി പാത്രത്തിനകത്താണ് കേട്ടോ. ഓവൻ എനിക്കുണ്ട്, പക്ഷേ ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിനകത്ത് കേക്ക് ബേക്ക് ചെയ്ത് പഠിച്ച് വന്നതുകൊണ്ട് ഓവനകത്തേക്ക് പോകത്തില്ല. നമ്മുടെ ഓവൻ വെറുതെ ഇരിക്കുകയാണ്. ഇതാ ഞാൻ പഴയ ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ചിരിക്കുന്ന അടിയിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊരു നമുക്ക് 1 മണിക്കൂറത്തേന് വെച്ചേക്കണം കേട്ടോ. ഈ കേക്ക് ബേക്കായി കഴിയുമ്പോൾ നമുക്ക് മണം വരും. ഇത് അരമണിക്കൂറും കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് ബേക്കായി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായപ്പോൾ ഞാനിതാ തുറന്ന് നോക്കി. നമ്മൾ ഗ്യാസൊന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പോയി തുറന്ന് നോക്കിയിട്ട് തൊട്ട് നോക്കി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കേക്ക് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ 1 വർഷമായിട്ട് റിമ്മിൽ സ്റ്റോക്ക് ചെയ്ത ഈ ഫ്രൂട്ട്സും കൂടെ ആകുമ്പോഴത്തേനും ഈ കേക്ക് വേകുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ടുള്ള വൈൻ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കണ്ടേ. ഇത് അടിപൊളി വൈനാണ്. 21 ദിവസം വെച്ചിട്ടെടുക്കുന്ന വൈനാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുന്നു. നിങ്ങൾ പുറത്ത് വൈൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തതിന് ശേഷം ഇതുപോലെ മുന്തിരി വൈൻ ഇടാവുള്ളൂ. നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ കുറച്ചിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പുറത്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഈ വൈൻ ഇടുന്നത് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചേറെ മുന്തിരി എടുത്തിട്ടുണ്ട്. അത് കഴുകി നമ്മളൊരു
വെള്ള തുണിയുടെ മുകളിൽ വിരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമെല്ലാം പോകണം, ഒട്ടും വെള്ളമയം ഉണ്ടാകല്. അങ്ങനെ വെള്ളമയം എല്ലാം പോയതിന് ശേഷം അത് തണ്ടെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈൻ ഇടാനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ തലേന്ന് തിളപ്പിച്ചിട്ട് അത് തണുത്ത് കിടക്കണം കേട്ടോ, ഒട്ടും ചൂടുണ്ടാകല്, പച്ചവെള്ളം പോലെ ആയി കിടക്കണം, തിളപ്പിച്ചിട്ടേക്കണം. അപ്പം മുന്തിരിങ്ങ നമ്മൾ തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്യൽ, എല്ലാം വൃത്തിയാക്കി എടുത്ത് കഴുകി ഉണങ്ങിയതിന് ശേഷം വേണം അതിൻ്റെ തണ്ട് അടർത്തിയെടുക്കാൻ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ നീരെല്ലാം പോകും. ഇനി നമുക്ക് നല്ലൊരു ഭരണിയോ ഇതുപോലുള്ള കട്ടിയുള്ള നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ വേണം. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റാണ്. ക്വാളിറ്റി കുറഞ്ഞ ബക്കറ്റിനകത്ത് വൈൻ ഇടല് നമുക്കത് ദൂഷ്യമാണ്. പിന്നെ നമുക്ക് ഗോതമ്പ് വേണം. ഈ ഗോതമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയെടുത്തതാണ്. അത് കിഴി കെട്ടിയാണ് ഇടുന്നത് കേട്ടോ. അത് ഇതുപോലൊരു വെള്ള തുണിക്കകത്താക്കണം. ഇനി നമ്മുടെ ബക്കറ്റിലേക്ക് നമുക്ക് ലെയറായിട്ട് നമുക്ക് ഈ മുന്തിരിങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഞാൻ 1 കിലോയുടെ അളവ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ 1 കിലോ മുന്തിരിങ്ങ എടുക്കുകയാണെങ്കിൽ 3/4 ലിറ്റർ വെള്ളം ഒഴിക്കുക, 3/4 കിലോ പഞ്ചസാര ഇടുക. പിന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഈസ്റ്റ് ഒന്നും ഇതിനകത്ത് ഇടത്തില്ല. അപ്പോൾ ഈ നമ്മളൊരു ചെറിയ അളവാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 1 ചുരുള പട്ട, പിന്നെ ഒരു ഏലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 എണ്ണമൊക്കെ മതി. ഗ്രാമ്പു ഒരു 5 എണ്ണം എടുക്കുക. നമ്മുടെ ഗോതമ്പ് ഒരു കൈക്ക് കൊള്ളാൻ 1 പിടി ഗോതമ്പ് എടുക്കുക. ഇത്രയും സാധനങ്ങൾ 1 കിലോയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കൂടുതലുള്ള സാധനത്തിന് പോലും ഞാൻ ഇടുന്ന 1/2 കിലോ ഗോതമ്പ്, പിന്നെ ഈ കാണിക്കുന്ന ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇത്രയാണ് ഈ ഒരളവിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മസാലകളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിഴി കെട്ടിയ നമ്മുടെ ആ ഒരു ഗോതമ്പ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന വൈൻ കൂടുതലുണ്ട്. അപ്പോൾ അതിന് ഇട്ടിരിക്കുന്ന പട്ട, ഏലക്ക, ഗ്രാമ്പു അത് എത്ര അളവാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇടണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈസൻസ് എടുത്തതിന് ശേഷം പുറത്ത് കച്ചവടം നടത്താവുള്ളൂ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതങ്ങ് അടച്ച് വെക്കുക. 2 ദിവസത്തിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഒന്നരാടൻ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇളക്കാനായിട്ട് എടുക്കുന്ന എന്ത് സാധനമാണ്, തവിയാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും വെള്ളമയത്തോട് കൂടി ഇടരുത്. അപ്പോൾ ഈ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഈ ഒരു മുന്തിരിങ്ങ ഇതുപോലെ വന്ന് കിടക്കും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പഞ്ചസാര ഇങ്ങനെ അടിഞ്ഞ് കിടക്കുകയായിരിക്കും. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നരാടം ആ കറക്റ്റ് സമയത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കാനെടുത്തിരിക്കുന്ന ആ കമ്പ് കഴുകി ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത ദിവസം എടുക്കാൻ. അപ്പോൾ ഈ വൈൻ്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസം ഇങ്ങനെ കിടക്കണം എന്നുള്ളതാണ് കേട്ടോ. ആ 21 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. ഇതിപ്പോൾ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേളിൽ കിടക്കുന്ന മുന്തിരിങ്ങ എല്ലാം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് കോരിയെടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ ഇത് കൈവച്ച് ഞെവിടേണ്ട ആവശ്യമില്ല. കൈവച്ച് ഞെവിടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മട്ടി വരും. ഇതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങിയതാണ്. ഇതുപോലെ അരിച്ച് നമ്മൾ ഒരു ദിവസത്തേന് ഇതിൻ്റെ മട്ടി അടിയാനായിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് അതിൻ്റെ മേളിൽ നിന്ന് തെളിവ് മാത്രം കോരിയെടുക്കുക. ഞാനിങ്ങനെ അരിച്ച് ഇതുപോലൊരു ജാറിലേക്ക് ആക്കി വെക്കും. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ മാറ്റി വെക്കുമ്പോഴത്തേക്ക് മേളി വന്ന് നല്ല തെളിഞ്ഞ് കിടക്കും കേട്ടോ. അതിൻ്റെ വേസ്റ്റാണ് ഈ കാണിക്കുന്നത്. നമ്മൾ മുന്തിരിങ്ങയുടെ വേസ്റ്റാണ്, അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ അരിച്ചെടുത്ത വൈൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ കിടക്കുന്ന നല്ല കണ്ണുനീര് പോലെ കിടക്കുന്ന നല്ല അടിപൊളി വൈനാണ് കേട്ടോ. ഇത് ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കളറ് നമുക്ക് വൈന് കിട്ടത്തില്ല. പിന്നെ ഇതുപോലെ കുപ്പിയിലാക്കി നല്ല അടപ്പോടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഈ വൈനിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വൈൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും കുടിക്കാം. ഇതിനകത്ത് നമ്മൾ വേറുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. പ്യുവറായിട്ടുള്ള നല്ല മുന്തിരിയും അതിനകത്ത് ആകെപ്പാടെ ഇടുന്ന നമ്മൾ ആ ഗോതമ്പ് മാത്രമേ, വേറെ ഒരു സാധനങ്ങളും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി പ്ലം കേക്കും അടിപൊളി വൈനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയത് നോക്കുക. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ബാഗ് ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാർ തയ്ച്ചു, സ്ലിം ബാഗ് തയ്ച്ചു, കേക്ക് ഉണ്ടാക്കി, വൈൻ ഉണ്ടാക്കി, ക്രിസ്മസ് തൊപ്പി ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം ക്രിസ്മസ് സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ നന്ദനെ വിളിച്ച് ഇതെല്ലാം കൊണ്ട് നിന്ന് കാണിച്ചിട്ട് ബാഗ് ശരിക്കും കാണിക്കാൻ പറ്റും. ഇതുണ്ട്, ബാഗിൽ നമ്മൾ സ്റ്റാറൊക്കെ വരച്ച് കൊടുത്ത അടിപൊളി ബാഗാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ അറകളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ നമ്മൾ സ്റ്റാറൊക്കെ വരച്ച് അടിപൊളിയായിട്ട് നമ്മൾ ആ ബാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഈ രീതിക്ക് ചുരിദാർ തയ്ക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും
തൊപ്പി തയ്ക്കണമെങ്കിലും അതേപോലെ തന്നെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ റെഡും വൈറ്റും കൂടെ ചേർത്ത് അടിപൊളിയായിട്ടുള്ള സ്ലിം ബാഗും തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. അതും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിലും കിടിലമായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ വൈനും പ്ലം കേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പല വീഡിയോ തപ്പി പോകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറിയ അളവിൽ ഈ വൈനാണേലും ഒന്ന് ഇട്ട് നോക്കുക. അടിപൊളി സൂപ്പറാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്ലം കേക്ക് ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതാണേലും വൈനിടുന്നതാണേലും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. ഈ കാണിച്ച 5 കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഞാൻ ഈ കൂടെ ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട്, എൻ്റെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര പേര് കണ്ടു എന്നുള്ള അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ. ആരിലേക്ക് എത്തുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ചെയ്ത് കാണിച്ച കാര്യങ്ങളിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. നമ്മുടെ പ്ലം കേക്ക് മുറിച്ച് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സോഫ്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്ലം കേക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കട്ട് ചെയ്യില്ല കേട്ടോ. ഇത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഈ പ്ലം കേക്ക് എടുത്ത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ ഇത് വീഡിയോ എടുത്ത് വെച്ച് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്ലം കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഞാൻ നമ്മുടെ ഒരു ബേക്കിംഗ് പാത്രത്തിൽ നിന്ന് കേക്ക് ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ബട്ടർ പേപ്പർ മാറ്റുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊക്കെ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ സാധാരണ സ്പോഞ്ച് കഴിക്കുന്ന പോലെയല്ല, അതിലും ഇച്ചിരി കൂടെ കട്ടിയുണ്ട്. ആ ഒരു രീതിയിലുള്ള കേക്കാണ് കേട്ടോ. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്സൊക്കെ എല്ലാ സൈഡിലും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്കിന് ഇട്ട് കൊടുത്ത് അടിപൊളി സ്പോഞ്ച് കേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാം